ഗുഡ് മോർണിംഗ് ആബേൽ. ഗുഡ് മോർണിംഗ് ശിവന്യ. മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസ് ഇന്ന് വലിയ ഉത്സാഹത്തിലാണല്ലോ, അല്ലേ ആബിൽ? അതെ ശിവന്യ, തീർച്ചയായും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ സന്തോഷത്തോടൊപ്പം നമ്മുടെ ക്യാമ്പസിന്റെ പുതിയൊരു ചുവടുവെപ്പ് കൂടിയാണ് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നമ്മുടെ ശ്രോതാക്കളെയും കൂടി അറിയിക്കണ്ടേ? നമ്മുടെ ക്യാമ്പസിന് സ്വന്തമായ ഒരു FM റേഡിയോ പിറവിയെടുക്കുകയാണ്. ഈ സന്തോഷവേളയിൽ നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും ക്യാമ്പസ് റേഡിയോ MEC FM സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ഇനി മുതൽ നിങ്ങളോടൊപ്പം അല്പനേരം ഞങ്ങളും ഉണ്ടാകും. നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ തന്നെ ക്യാമ്പസ് റേഡിയോ എന്ന നമ്മുടെ സ്വപ്നവും പൂവണിയുകയാണ്. അപ്പോൾ നമുക്കിന്നൊരു അതിഥിയും ഉണ്ടാവുമല്ലോ, അല്ലേ? ആരായിരിക്കും അത്? തീർച്ചയായും ആബിൽ. ഏറെക്കാലം ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ ഏവർക്കും സുപരിചിതമായ ശബ്ദത്തിനുടമയായ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. വേറിട്ട ശബ്ദത്തിലൂടെ ശ്രോതാക്കളുടെ മനം കവർന്ന ആകാശവാണി മുൻ അവതാരക ശ്രീമതി പ്രീത നായർ MEC FM റേഡിയോ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിയമുള്ള കുട്ടികളെ, നമസ്കാരം. നിങ്ങൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും അനധ്യാപകർക്കും പിന്നെ രക്ഷിതാക്കൾക്കുമൊക്കെ എൻ്റെ നമസ്കാരം. ഞാൻ പ്രീത. കുറച്ചു കാലം കോഴിക്കോട് ആകാശവാണിയിൽ, കുറച്ചധികം കാലം കോഴിക്കോട് ആകാശവാണിയിൽ അനൗൺസറായി ജോലി ചെയ്തിരുന്നു. മലബാർ എഡ്യൂസിറ്റി എന്ന വളരെ വിപുലമായ വിദ്യാഭ്യാസ സ്ഥാപനം ക്യാമ്പസ് റേഡിയോ ആരംഭിക്കുന്നു എന്ന വാർത്ത അളവില്ലാത്ത സന്തോഷത്തോടെയാണ്, അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടെയാണ് ഞാൻ കേട്ടത്. 30 വർഷം റേഡിയോയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് കൂടിയാവണം ഈ സന്തോഷം. ഇടക്കാലത്ത് ഒന്ന് മങ്ങിയോ എന്ന് ഞങ്ങൾ സംശയിച്ചിരുന്ന റേഡിയോയുടെ പ്രാധാന്യവും പ്രസക്തിയുമൊക്കെ പുതിയ തലമുറ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സാധാരണ ജീവിതത്തിൽ നിന്ന്, വളരെ കൃത്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറുമ്പോൾ, നനയ്ക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ റേഡിയോ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ സഹായിക്കുക, നിങ്ങളെ സ്വാധീനിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ കോഴിക്കോട് കരിപ്പൂരിലുണ്ടായ വിമാന ദുരന്തത്തിൻ്റെ സമയത്ത്, ചൂരൽമലയിലും വിലങ്ങാടുമൊക്കെ ഉണ്ടായ പ്രളയത്തിൻ്റെ സമയത്ത്, ലോകത്തെ ഒന്നാകെ വിറപ്പിച്ച കോവിഡിൻ്റെ സമയത്ത്, ഈ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത്, പ്രയോജനപ്പെട്ടത്, അതായത് വിനിമയത്തിന് ഏറ്റവും പ്രയോജനപ്രദമായത് റേഡിയോ ആയിരുന്നു. ക്യാമ്പസ് റേഡിയോയുടെ പ്രസക്തി കുറച്ചുകൂടി കൂടുതലാണ്. നിങ്ങളെയും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തെയും നിങ്ങളുടെ സഹപാഠികളെയും പിന്നെ നിങ്ങൾ ജീവിക്കുന്ന, അത് ഗ്രാമമോ നഗരമോ എന്തോ ആവട്ടെ, ഇതിനെയൊക്കെയും നിങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു സംവിധാനമായിരിക്കും ക്യാമ്പസ് റേഡിയോ. പറയാനും പറയിപ്പിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും പാടാനും വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഈ ക്യാമ്പസ് റേഡിയോ നിങ്ങളെ സഹായിക്കും. പഠിത്തമൊക്കെ കഴിഞ്ഞ് വലിയ എഴുത്തുകാരും ഗായകരും പ്രാസംഗികരും പിന്നെ നേതാക്കന്മാരും ഒക്കെ ആവുമ്പോൾ അതിനൊക്കെയുള്ള ആദ്യത്തെ നിങ്ങളുടെ ഘട്ടമാണ്, സ്റ്റേജാണ്, ചവിട്ടുപടിയാണ് ക്യാമ്പസ് റേഡിയോ. കുറേ പേർക്ക് ഒരുപാട് ആവശ്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സിദ്ധികളും കഴിവുകളുമൊക്കെ മനസ്സിലുണ്ടായിരിക്കും. അത് പുറത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. പക്ഷേ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് മടിയുമായിരിക്കും. ഈ സമയത്തൊക്കെയാണ് റേഡിയോ എന്ന സംവിധാനം നിങ്ങളെ സഹായിക്കുക. റേഡിയോ എന്ന ഈ സംവിധാനത്തെ എല്ലാ രീതിയിലും പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് കുഞ്ഞുങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. മലബാർ എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഏറ്റവും നൂതന സംരംഭമായ ക്യാമ്പസ് റേഡിയോയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. മുന്നോട്ടുള്ള യാത്ര സുഗമമാകട്ടെ, വിജയകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം MEC FM റേഡിയോ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജനമനസ്സുകളിൽ ഏറെ സ്ഥാനമുള്ള മാധ്യമമാണ് റേഡിയോ. റേഡിയോ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നതെന്നും ഇനിയും നമുക്ക് എങ്ങനെയെല്ലാം അത് പ്രയോജനപ്പെടുത്താമെന്നും ഓർമ്മിപ്പിക്കുകയായിരുന്നു നമ്മുടെ അതിഥി ഇതുവരെ. നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കായി ഒരു ക്വിസ് ടൈം കൂടിയുണ്ട്. അതെയോ? അപ്പൊ സംഗതി കളറാവുമല്ലോ. വിളിക്കേണ്ട നമ്പർ കൂടി ഒന്ന് പറഞ്ഞോളൂ ശിവന്യ. MEC FM വിളിക്കേണ്ട നമ്പർ 0495 2244
581. ഒരിക്കൽ കൂടി പറയുന്നു, 0495224458. ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ ശ്രോതാക്കൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ ശിവന്യ? തീർച്ചയായും അബിൽ. 1.5 പതിറ്റാണ്ടിലേറെ നമ്മെ അടക്കി ഭരിച്ചിരുന്ന വിദേശ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ എന്തെന്ത് ത്യാഗങ്ങൾ സഹിച്ചാണ് നാം ഇന്നത്തെ സ്വാതന്ത്ര്യം നുണയുന്നത്. അതെ ശിവന്യ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ജീവത്യാഗം ചെയ്ത ആ മഹാന്മാർക്കുള്ള ആദരമാകട്ടെ നമ്മുടെ ആദ്യ പരിപാടി. NEMSലെ നമ്മുടെ പ്രിയ അധ്യാപിക ശ്രീമതി ഗീത ശ്രീകുമാർ രചിച്ച് മ്യൂസിക് ടീച്ചർ ശ്രീമതി സരസ്വതി ശിവദാസ് സംഗീതം നൽകി ആലപിച്ച ഒരു ഗാനമാകട്ടെ ആദ്യം. സ്വാതന്ത്ര്യമെന്നുള്ള മഹാവരത്തെ സ്വായത്തമാക്കാനടരാടി വീരർ, സ്വരാജ്യമെന്നുള്ളൊരു ചിന്തയാലേ ജ്വലിച്ചു വീര്യം പൊരുതാനുറച്ചു. മഹാരഥന്മാരുടെ ശ്രേണിയിങ്കൽ നിരന്നതൊന്നാമതോ ഗാന്ധി തന്നെ, നിരന്നു വേറെ അധികായരൊപ്പം പടർന്നു ദേശീയ സമരം പരക്കെ. തോക്കിൻ കുഴലിനു മുന്നിൽ പോലും അടിപതറാതെ ഉറച്ചു നിന്നോർ, സ്വാതന്ത്ര്യമെൻ്റെ ജന്മാവകാശമെന്നുദ്ഘോഷിച്ചവർ ധീരയോദ്ധാക്കൾ. സ്വാതന്ത്ര്യമെൻ്റെ ജന്മാവകാശമെന്നുദ്ഘോഷിച്ചവർ ധീരയോദ്ധാക്കൾ. സത്യം, സഹനം, അഹിംസ എന്നുള്ള സമരായുധങ്ങളേന്തിയ ധീരരെ, നിങ്ങൾ ത്യജിച്ചൊരു ജീവനിൽ നിന്നല്ലോ ഞങ്ങൾ ശ്വസിക്കും സ്വാതന്ത്ര്യമെല്ലാം, ഞങ്ങൾ ശ്വസിക്കും സ്വാതന്ത്ര്യമെല്ലാം. നമ്മൾ സ്മരിക്കുക, നമ്മൾ കൈകൂപ്പുക, നമ്മിലുണർത്തുക ഒന്നെന്ന ബോധം. നമ്മൾ സ്മരിക്കുക, നമ്മൾ കൈകൂപ്പുക, നമ്മിലുണർത്തുക ഒന്നെന്ന ബോധം. മാനവ സ്നേഹ സന്ദേശത്തിൻ ഈരടി പാരിൽ മുഴുക്കെ മുഴങ്ങട്ടെ നിത്യം. മാനവ സ്നേഹ സന്ദേശത്തിൻ ഈരടി പാരിൽ മുഴുക്കെ മുഴങ്ങട്ടെ നിത്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ആയിരങ്ങൾക്കു വേണ്ടി നമുക്കും ആദരമർപ്പിക്കാം. നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരിക്ക് സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കാനുണ്ട്. അതൊന്ന് കേട്ടാലോ? തീർച്ചയായും. മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിലെ അൽഫിത്ര പ്രീ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരി അമീക ബിൻത്ത് യാസിം നമ്മോട് സംസാരിക്കുന്നു. Assalamu alaikum. Good morning everyone. My name is Anika bint Yasin. Today, August 15th. Today we are celebrating 79 Independence Day. Independence Day is our national festival. On this day in 1947, India got freedom from British rule. Thank you. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നല്ലേ? ഈ ദേശഭക്തി തുളുമുന്ന ഒരു ഗാനമായാലോ? ഒരു അറബിക് ദേശഭക്തി ഗാനവുമായി എത്തുന്നു ദാറുൽ ഖുർആൻ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളായ മുഹമ്മദ് അലി റഹ്നാനും പാർട്ടിയും. ഹുബ്ബുൽ വതനി ദീനുനാ, ഹുബ്ബുൽ വതനി ശീമുനാ, ഹുബ്ബുൽ വതനി ദീനുനാ, ഹുബ്ബുൽ വതനി ശീമുനാ, ഹുബ്ബുൽ വതനി ഹുബ്ബുൽ വതനി ഹുബ്ബുൽ വതനി ഫഖ്റുനാ, ഹുബ്ബുൽ വതനി ഹുബ്ബുൽ വതനി ഹുബ്ബുൽ വതനി ഫഖ്റുനാ, ഖിദ്മുൽ വതനി ഇൻദനാ ഖൈറു കുല്ലി കസ്ബിനാ, ഖിദ്മുൽ വതനി ഇൻദനാ ഖൈറു കുല്ലി കസ്ബിനാ,
نهدي كل جهدنا نفلي كل كبدنا نهدي كل جهدنا نفدي كل كبدنا حب الوطن ديننا حب الوطن شيمنا حب الوطن حب الوطن حب الوطن فخرنا حفظ الوطن هدفنا مثل حفظ ديننا حفظ الوطن هدفنا مثل حفظ ديننا نور الوطن وعدنا حر الوطن عزنا نور الوطن وعدنا حر الوطن عزنا حب الوطن ديننا حب الوطن شيمنا حب الوطن حب الوطن حب الوطن فخرنا حب الوطن ديننا حب الوطن شيمنا حب الوطن حب الوطن حب الوطن فخرنا. നല്ലൊരു ദേശഭക്തി ഗാനം കേട്ടപ്പോൾ ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നിയോ ശിവന്യ? ശരിയാണ് ആബിൽ, ദേശസ്നേഹം തുളുമ്പുന്നതായിരുന്നു വരികൾ. എന്നാൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില ഏടുകൾ മറിക്കുകയാണ് മലബാർ അക്കാദമി ഓഫ് ഓഗ്മെന്റഡ് സ്റ്റഡീസ്, അതായത് മാസിലെ വിദ്യാർത്ഥി മുഹമ്മദ് അഫീഫ്. ഏവർക്കും വിനീതമായ നമസ്കാരം. രാജ്യമൊട്ടാകെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്കും അവിസ്മരണീയമാണ്. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് മോചനമേകി സ്വാതന്ത്ര്യമെന്ന പൊൻകടി നമുക്ക് നേടിത്തന്ന അനേകം മഹാത്മാക്കളെ നമുക്ക് സ്മരിക്കാം. അവരുടെ കഠിന പ്രയത്നത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ജ്ഞാനതത്വത്തിൽ ഏകത്വം വന്ന മഹത്വചനം സാർത്ഥകമാകുന്ന നമ്മുടെ രാജ്യം എന്നും നമ്മുടെ അഭിമാനമാണ്. ഇനി വരുന്ന തലമുറക്കായി നല്ലൊരു രാഷ്ട്രം സൃഷ്ടിക്കുക എന്നത് നാം ഓരോരുത്തരെയും കർത്തവ്യമാണ്. ആയതിനാൽ ജാതി മത ഭേദമന്യേ സഹോദര ഭാവത്തോടെ വസിക്കുന്ന ഒരു ഇന്ത്യ ആവട്ടെ നാം ഓരോരുത്തരെയും സ്വപ്നം. നമ്മുടെ ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി ജീവൻ വെടിഞ്ഞ എല്ലാ ദേശാഭിമാനികൾക്കും സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഹലോ, മെക്ക് എഫ് എം ക്യൂസ് ടൈം. ആരാണ് വിളിക്കുന്നത്? ഓക്കെ, മോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുട്ടമ്പൂര് മോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? NEMS എത്രാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്? UKG C. ഓക്കെ, ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാ? ജന്ന. ഓ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഓക്കെ, വെരി ഗുഡ്, അഭിനന്ദനങ്ങൾ. ഇനിയും വിളിക്കണം കേട്ടോ. ബൈ. ബൈ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം ആബിൽ? കുറച്ച്, വളരെ കുറച്ച് മാത്രമേ അറിയൂ ശിവന്യ. അങ്ങനെയെങ്കിൽ ഇനി അത്തരം കുറച്ച് വിവരങ്ങൾ കേട്ടാലോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകൾ വിവരിക്കുകയാണ് NEMS വിദ്യാർത്ഥിനി ആസിയ ജസ. കേൾക്കാം നമുക്ക്. Hey all, today we'll be exploring the pivotal moments that shaped India's journey to independence. For almost 2 centuries, India struggled against British rule with countless freedom fighters, leaders and ordinary citizens contributing to the long and arduous journey towards freedom. Let's dive into the key milestones that highlight the resilience and determination of the Indian people in their quest for self-rule. Formation of the Indian National Congress in 1885. It was established to promote Indian investors and advocate for greater autonomy within the British Empire. Revolt of 1857. This uprising, also known as Sepoy Mutiny, was one of the first major challenges to British authority in India. Swadeshi movement in 1905. It was a response to the partition of Bengal. This movement encouraged the Indians to boycott British goods and promote Indian goods.
All India Muslim League 1906, founded to represent the interests of Indian Muslims, the league played a significant role in shaping the political landscape of India. Home Rule movement of 1916 to 1918, it was led by figures like Annie Besant and Bal Gangadhar Tilak. This movement sought self-government for India within the British Empire. Champaran Satyagraha of 1917, Gandhiji's first major intervention of Indian politics. This movement focused on the rights of indigo farmers of Bihar. Jallianwala Bagh massacre of 1919, the brutal killing of unarmed civilians by British troops in Amritsar, sparked outrage across India. Non-cooperation movement led by Gandhi. This movement called for Indians to boycott British institutions, goods and services from 1920 to 1922. Civil disobedience movement of 1930 to 1934, the Dundee March, where Gandhi and his followers marched to the sea to produce salt in defiance of British laws. Quit India movement of 1942. During World War II, the British were asked to leave India immediately. The Mountbatten Plan of 1947. Lord Mountbatten's proposal led to the partition of British India to two separate nations, India and Pakistan. The Indian freedom struggle was a complex and multi-phased movement. Thank you for tuning in. I hope you have gained a deep understanding of India's journey to success. ഹലോ മാക് എഫ്എം ക്വിസ് ടൈം. ആരാണ് വിളിക്കുന്നത്? റോക്കി സോയൽ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? നടിക്കുനി. നരിക്കുനിയാണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? NMS. ഇന്ന് സ്കൂളിൽ എന്തായിരുന്നു വിശേഷം? ഇൻഡിപെൻഡൻസ് ഡേ. മോളോട് ഞാനൊരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ. നമ്മുടെ ദേശീയ മൃഗം ഏതാണെന്നറിയാമോ? ടൈഗർ. വെരി ഗുഡ്, അഭിനന്ദനങ്ങൾ. ഇനിയും വിളിക്കണം ട്ടോ. ഓക്കെ. ബൈ. നമ്മുടെ കുഞ്ഞു മക്കളുടെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് ഒന്നുകൂടൊന്ന് റിലാക്സ്ഡ് ആവും. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഗാനം കൂടി കേട്ടാലോ? NEMS KG വിഭാഗത്തിലെ കൊച്ചു കൂട്ടുകാരൻ അദ്വിന്റെ ഒരു ഗാനം കേൾക്കാം. പാറട്ടങ്ങന ഭാരതനാട് മൂവർണ്ണക്കൊടി പാറട്ടെ, നാടൊട്ടുക്കും വീടൊട്ടുക്കും മൂവർണ്ണ കൊടി പാറട്ടെ. ഇന്നാണല്ലോ നമ്മൾക്കെല്ലാം സ്വാതന്ത്ര്യത്തിന് പൊൻസുദിനം, അടിമത്വത്തിൽ നിന്നും നമ്മെ മോചിതമായൊരു പൊൻസുദിനം, മോചിതമായൊരു പൊൻസുദിനം. വെൽക്കം ടു കിസ് ടൈം. ഹലോ, ഹലോ. കേൾക്കുന്നുണ്ടോ? യെസ്. ആരാ വിളിക്കുന്നത്? ആസാദ് മുഷീർ. എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട് പാലത്ത്. കോഴിക്കോട് പാലത്ത് അല്ലേ? മോൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ലൽച്ചു ക്ലാസ്. ഏത് സ്കൂളിൽ? നരിക്കുനി അൽഫിത്ര സ്കൂൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇൻഡിപെൻഡൻസ് ഡേ. ഏത് രാജ്യത്തിന്റെ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ. ഇന്ന് സ്കൂളിൽ പോയിരുന്നോ? ഓ. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? യെസ്. വിച്ച് ഈസ് ദ ഇന്ത്യസ് നാഷണൽ ആന്തം? ജനഗണമന. വെരി ഗുഡ്. അത് ആരാണ് എഴുതിയത്? ടാഗോർ. ഇതൊക്കെ മോൻ എവിടുന്നാ പഠിച്ചത്? മിസ് പഠിപ്പിച്ചെന്നാ. ഓക്കെ, ഗുഡ്. മെക് FM റേഡിയോയിലേക്ക് വിളിച്ചതിന് സന്തോഷം. താങ്ക് യു. നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നമുക്ക് സുപരിചിതമാണ്. എന്നാൽ മറ്റു നാടുകളിലെ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് അറിയുന്നത് കൗതുകകരമല്ലേ? തീർച്ചയായും. നമ്മുടെ ഏറ്റവും അടുത്ത ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ക്യാമ്പസിലെ മലബാർ ITIയിൽ പഠിക്കുന്നുണ്ട്. അവരുടെ വിശേഷങ്ങളും നാട്ടിലെ സ്വാതന്ത്ര്യദിന വിശേഷങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ആബിൽ, നമുക്ക് ഇവരുടെ ഭാഷ മനസ്സിലാവോ? ഞാൻ ഒരു ട്രാൻസ്ലേറ്ററേയും കൂടി ഇവിടെ ജോയിൻ ചെയ്യിക്കുന്നുണ്ട്. വെൽക്കം ടു മെക് FM. എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് അഷ്ഫാഖ്. ഓക്കെ, ഏത് ദ്വീപിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞാൻ അഗത്തി നോണമെന്റ്. ഒന്നുകൂടി പറയാം, എനിക്ക് മനസ്സിലായില്ല. ഓൻ അകത്തിൽ നിന്നാണ് വരുന്നതെന്ന്. ഓക്കെ, അവിടെ ഏത് ഭാഷയാണ് സംസാരിക്കാറ്? ഇവിടെ ജസരി ഭാഷയാണ് സംസാരിക്കുന്നത്. ഓ,
മലബാർ ITIയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യുന്നത്? ശേരിക്കാരൊക്കെ മറ്റേ പരസ്യം കണ്ട് വന്നി. വീട്ടുകാർ പരസ്യം കൊണ്ടുവന്ന് വന്നാണ്. ഓ, ലക്ഷദ്വീപിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നല്ല നല്ല ആൾക്കാരെല്ലാം ഉണ്ട്, നല്ല നല്ല ഫുഡ് കിട്ടും, പിന്നെ എയർപോർട്ടെല്ലാം ഉണ്ട്, പവയപ്പുറ്റെല്ലാം ഉണ്ട്. ഓക്കെ, അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ഏതാണ്? മുളാണിയും തേങ്ങാച്ചോറും 8 വെന്തയും മീൻ അച്ചാറും. ഓ, എന്താണ്, എനിക്ക് ഒന്നുകൂടി ക്ലിയർ ആയില്ലെന്ന് പറയോ? മുളാണി മീനും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. 8 വെന്തേ മറ്റേ ബിരിയാണി പോലത്തെ ഒരു സാധനമാണ്. പിന്നെ മറ്റേ മീൻ അച്ചാറ് തെങ്ങിന് എടുത്ത് ചെറുക്കാൻ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഓ, ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ. ദ്വീപുകാർ അധികവും എന്ത് ആവശ്യത്തിനാണ് കേരളത്തിലേക്ക് വരാനുള്ളത്? ദ്വീപുകാരെ മറ്റേ ഷീക്കുള്ള ആവശ്യത്തിട്ടാണ്, മറ്റേ കരയ്ക്ക് വേണ്ടി. ഓക്കെ, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയൂലേ? ആ, എന്താണ്? ഇന്ന് മറ്റേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. ഓ, ഓക്കെ. നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാം പരിപാടികളാണ് നടക്കാറുള്ളത്? ഉലക്കം വിട്ട് കോൽക്കളി, പിന്നെ പരിചക്കളി, അങ്ങനത്തെ പരേഡ്, NCC മക്കളെ. സ്കൂൾ ഉണ്ടാവാറുണ്ടോ സ്വാതന്ത്ര്യദിനത്തിന്? ഇല്ല, സ്കൂൾ ഉണ്ടാവാറില്ല. ഓ, ഓഗസ്റ്റ് 15 സ്കൂളൊന്നും ഉണ്ടാവുക. എല്ലാവരും കൂടി മിനി സ്റ്റേഡിയത്തിൽ മറ്റേ കൊടി ഉയർത്തി മറ്റേ NCC മക്കളെ പരേഡും പിന്നെ സ്വീറ്റ്സ് എല്ലാം കൊടുക്കുന്നതാണ്. ഒരു ക്ലബ്ബുകാരാണ് നടത്തിക്കുന്നത്, ഫുട്ബോൾ ക്ലബ്ബുകാരെ. പിന്നെ സ്റ്റേജിന് പരിപാടിയെല്ലാം ഉണ്ടാവും, മക്കളെ പരിപാടിയെല്ലാം. ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലേ ആബിൽ? നമുക്ക് സ്കൂളിൽ ലീവില്ലല്ലേ? ഇനി അവിടെ പോയി ജോയിൻ ചെയ്താലോ? തീർച്ചയായും ശിവന്യ. ഇവരുടെ കൂടുതൽ രസകരമായ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു. നാനാത്വത്തിൽ ഏകത്വമാണല്ലോ ഭാരതത്തിന്റെ മുഖമുദ്ര. വിവിധ മതങ്ങൾ, ഭാഷകൾ, വേഷങ്ങൾ, സംസ്കാരം, ഇതെല്ലാം ഭാരതമെന്ന ഒരൊറ്റ രാജ്യത്തിനുള്ളിൽ ഒരേ മനസ്സോടെ ചേർന്നു നിൽക്കുമ്പോൾ എന്ത് സുന്ദരമാണല്ലേ? അതെ, അതാണ് നമ്മെ വേറിട്ടു നിർത്തുന്നതും. എങ്കിൽ നാം ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനതയെന്ന ബോധമുണർത്തുന്ന ഒരു ഹിന്ദി ദേശഭക്തി ഗാനം കേട്ടാലോ? ഇപ്പോൾ ഇമ്പമാർന്ന ഒരു ദേശഭക്തി ഗാനവുമായി എത്തുന്നത് NEMS വിദ്യാർത്ഥികളായ നിമ്ര ആൻഡ് പാർട്ടി. हम पंजाबी हम गुजराती, हम पंजाबी हम गुजराती, बंगाली मदरासी है, बंगाली मदरासी है, लेकिन हम सबसे पहले भारतवासी है, लेकिन हम सबसे पहले भारतवासी है, भारतवासी 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 भारतवासी। हम बच्चे अपने हाथों से अपना भाग्य बनाते हैं, हम बच्चे अपने हाथों से अपना भाग्य बनाते हैं, मेहनत करके बंजर धरती पर सोना उग जाते हैं, मेहनत करके बंजर धरती पर सोना उग जाते हैं, पत्थर को भगवान बना दे, हम विश्वासी हैं, हम विश्वासी हैं, लेकिन हम सबसे पहले भारतवासी हैं, लेकिन हम सबसे पहले भारतवासी हैं, भारतवासी 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 भारतवासी। गो भाषा हम नहीं जानते, देख बाब दिखलाती जो, गो भाषा हम नहीं जानते, देख बाब दिखलाती जो, और समझदा नहीं बाग में देखी कोयल जाती जो, और समझदा नहीं बाग में देखी कोयल जाती जो, जिसके अचल देश प्रेम की भाषा भाषी में, भाषा भाषी में, लेकिन हम सबसे पहले भारतवासी हैं, लेकिन हम सबसे पहले भारतवासी हैं, भारतवासी 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 भारतवासी। बंगाली मदरासी है, बंगाली मदरासी है, लेकिन हम सबसे पहले भारतवासी है, लेकिन हम सबसे पहले भारतवासी है,
लेकिन हम सब सबसे पहले भारतवासी है, लेकिन हम सब सबसे पहले भारतवासी है. ഏതായാലും ഇന്നത്തെ ദിവസം വൈവിധ്യമാർന്ന പരിപാടികളാൽ സമ്പന്നമായി. എന്നാൽ മലബാർ എഡ്യൂസിറ്റിയിൽ എന്തു നടക്കുന്നുവെന്നറിയാൻ നമ്മുടെ ശ്രോതാക്കൾക്കും താല്പര്യമുണ്ടാകുമല്ലോ. അതിനെന്താ, നമ്മുടെ ക്യാമ്പസ് വാർത്തകളുമായി NEMSലെ ഇഷൽ ഫാത്തിമ എപ്പോഴേ റെഡിയായി. കേൾക്കാൻ നമ്മുടെ ക്യാമ്പസ് വാർത്തകൾ. നമസ്കാരം, ഞാൻ ഇഷൽ ഫാത്തിമ. മെഗ് FM ക്യാമ്പസ് വാർത്തകളിലേക്ക് സ്വാഗതം. മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മലബാർ എഡ്യൂസിറ്റിയുടെ പുതിയ സംരംഭമായ മെഗ് FM റേഡിയോ സ്വാതന്ത്ര്യദിനത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചു. മലബാർ എഡ്യൂസിറ്റി ക്യാമ്പസിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം മുഖ്യാതിഥിയായ വിമുക്ത പഠൻ ശ്രീ സന്തോഷ് കുമാർ നിർവഹിച്ചു. നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ മിസസ് റജീന സൂപ്പി പതാക ഉയർത്തി. NEMS PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ നടത്തിയ പരേഡ് വർണ്ണാഭമായി. തുടർന്ന് മനോഹരമായ ഡിസ്പ്ലേ, ദേശഭക്തി ഗാനം, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവയും അരങ്ങേറി. മലബാർ എഡ്യൂസിറ്റിയുടെ നൂതന സംരംഭമായ മെഗ് FM റേഡിയോ ഉദ്ഘാടനം ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മുൻ അനൗൺസർ ശ്രീമതി പ്രീത നായർ നിർവഹിച്ചു. ലോഗോ പ്രകാശനം NEMS മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അബ്ദുറഹിമാൻ നിർവഹിച്ചു. NEMSൽ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ഇനങ്ങളിലുള്ള പരിശീലനങ്ങൾ ആരംഭിച്ചു. സ്കേറ്റിംഗ്, കരാട്ടി, കുംഫു, തൈക്വോണ്ടോ, ചെസ്, അബാക്കസ്, വോളിബോൾ, ഫുട്ബോൾ, നൃത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് പരിശീലനം. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഇനം തിരഞ്ഞെടുക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരങ്ങളും നടത്തി. പാലക്കാട്ട് വെച്ച് നടക്കുന്ന സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ NEMS വിദ്യാർത്ഥിനി ഫിദ ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു. 2025-26 വർഷത്തെ പ്രീ മിഡ് ടേം പരീക്ഷകൾ ഓഗസ്റ്റ് 18 ആരംഭിക്കും. ഒരു പ്രധാന അറിയിപ്പ്: മലബാർ എഡ്യൂസിറ്റിയിൽ പ്രവർത്തിച്ചു വരുന്ന മലബാർ ITI ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു. ഇലക്ട്രീഷ്യൻ, ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, റെഫ്രിജറേഷൻ, AC മെക്കാനിക് എന്നീ വിവിധ ബ്രാഞ്ചുകളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ITI ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9562966356. ഇന്നത്തെ ക്യാമ്പസ് വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം. ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വൈവിധ്യമാർന്ന പരിപാടികളുമായി അടുത്തയാഴ്ച വീണ്ടും എത്താം. Stay tuned to Meg FM Radio, voice of Malabar Edu City. Now signing out, me Shivanya And me, Abil.